ആരെടുക്കുന്ന കാലം നമ്മളൊരു 5000 രൂപ കമ്മി വിലക്ക് എടുത്തു കൊടുക്കും. അത് ഗ്യാരണ്ടി. ചിന്താമണി കൃഷ്ണഗിരി പൈക്കള് നമ്മൾ പാലക്കാട് കേരളത്തില്, അതായത് പാലക്കാടിന്റെ ഗ്രാമങ്ങളിൽ വില കമ്മിയായിട്ട് നമ്മൾ എടുത്തു കൊടുക്കും. കടിഞ്ഞിലാണ്, കാമ്പ് കണ്ടാ പറയും രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവം കടിഞ്ഞൂലാണത്. കണ്ണിയില തന്നെ നല്ല ഹൈറ്റ് നല്ലതാ, കാണുന്നില്ല, ആദ്യമൊക്കെയാണ് നിൽക്കുന്നത്. നല്ല HFJC ക്രോസ്. എന്റെ തോളിന്റെ പൊക്കമുണ്ട്, നല്ല ബോഡി വെയിറ്റ്, നല്ല നീളമുണ്ട്. ഇത് കഴിഞ്ഞ പ്രസവത്തില് കടിഞ്ഞിൽ തന്നെ ഒരു 19-20 അങ്ങനെ കറന്നാണ്. കടിഞ്ഞില് കുട്ടിയാണ്, കുട്ടിയാണല്ലേ. കാര്യമംഗലം ഫാമുകാർക്ക് പറ്റിയ നല്ല അടിപൊളി ചിന്താമണി ബ്രീഡ് പശുക്കൾ കേട്ടാ. നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ സന്തോഷം. നമസ്കാരം. കിടുക്കാച്ചി പശുക്കൾ. ഇത് കടിഞ്ഞൂലാണ്. നമ്മ ചിന്താമണി കൃഷ്ണഗിരി പൈക്കള് നമ്മൾ പാലക്കാട് കേരളത്തില്, അതായത് പാലക്കാടിന്റെ ഗ്രാമങ്ങളിൽ വില കമ്മിയായിട്ട് നമ്മൾ എടുത്തു കൊടുക്കും. അതായത് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ എടുത്തു കൊടുക്കും. ഇത് കടിഞ്ഞൂലാണ്, കന്നി പ്രസവമാണ്. പ്രസവിക്കാൻ ഇനി ഒരു 15 ദിവസം എടുക്കും. കന്നിയില തന്നെ നല്ല ഹൈറ്റ് നല്ലതാ. സന്തോഷം കാണുന്നില്ല, ആദ്യമൊക്കെയാണ് നിൽക്കുന്നത്. ഇതാണ് പശുവിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കും? ഇത് കടിഞ്ഞൂലാണ്. നമുക്ക് ഇത്രയെന്ന് പറഞ്ഞാൽ 20+. നമുക്ക് എന്തായാലും കൃഷ്ണഗിരി പശുക്കൾ എന്ന് പറഞ്ഞാൽ 20+ ആണ്. ഇത് അത് കടിഞ്ഞിലാണ്, കാമ്പ് കണ്ടാ പറയും രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവം കടിഞ്ഞൂലാണത്. ഓക്കെ, അത്യാവശ്യം നല്ല ബ്ലാക്ക് മെജോറിറ്റി ആണ് അല്ലേ? 4 വലിയ പ്രായം. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കൊടുത്ത പാലും ആയിരിക്കും, തീരെ കട്ടി കുറവൊന്നും ഉണ്ടാവില്ല. ഇല്ല, നല്ല പാല് SNF ഫാറ്റൊക്കെ ഉണ്ടാവും, നല്ല ഫാറ്റ്. ഓക്കെ, നമുക്ക് എത്ര ഇവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത്? റേഞ്ച് പറഞ്ഞത് ചെറുവിലക്കുണ്ട്, ഒരു 55 മുതൽ തൊട്ടുണ്ട്. നമ്മ ഇതേ കൃഷ്ണഗിരി ചിന്താമണി പാക്കളൊക്കെ വേണമെന്നുണ്ട് പറഞ്ഞാൽ ഒരു 95 റുപ്യ 110 ആ റേഞ്ചൊക്കെ ആവും. നമ്മൾ കമ്മി വിലക്ക് വാങ്ങിക്കൊടുക്കാം. ആരെടുക്കുന്ന കാലം നമ്മളൊരു 5000 രൂപ കമ്മി വിലക്ക് എടുത്തു കൊടുക്കും. അത് ഗ്യാരണ്ടി. ഓക്കെ, ഇവളുടെ കാര്യം ഇത് രണ്ടാമത്തെ പ്രസവമാണ്. ഇത് രണ്ടാമത്തെയാണ്. ഇത് കുറച്ചുകൂടെ ഒതുങ്ങിയ പശുവാണ്. അതിന്റെ അത്രല്ല, ഒരു അത്ര ഐറ്റം വെയിറ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അതെ. ഇത് കഴിഞ്ഞ പ്രസവത്തില് 20 ലിറ്റർ കറന്നാണ്. പ്രസവിക്കാൻ ഒരു 18 ദിവസം ഡേറ്റ് ഉണ്ട്. 18 ദിവസം ഡേറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഫീറ്റുകാർക്കും പറ്റിയ, തീർച്ചയായിട്ടും. ഇത് ഓവർ സൈസ് അല്ല, എങ്കിലും കുഴപ്പമില്ല. ബ്രീഡാണ്, നല്ല ബ്രീഡുണ്ട്, നല്ല ഒറിജിനൽ മോഴയാണ്, കരിച്ചതല്ല. അപ്പൊ ഇവളുടെ കാര്യം എങ്ങനെയായിരിക്കും? ഇവക്ക് നമുക്ക് എന്ത് റേറ്റിന് ഒതുക്കാൻ പറ്റും? ഇതിപ്പോ ചോദ്യവില ചോദിക്കണം പറഞ്ഞാൽ ഒരു 95 എന്നൊക്കെ പറയും, 90-95 എന്നൊക്കെ പറയും. നമ്മളൊരു 80, 82 ആ റേഞ്ചിലൊക്കെ നമുക്ക് 80-ന് താഴെ നോക്കാം. ഇത് ഫിക്സഡ് അല്ലല്ലോ, നമ്മൾ ബാർഗൻ ചെയ്യുന്നതല്ലേ, നമ്മൾ എടുത്തു കൊടുക്കും. ഓക്കെ, നല്ല HFJC ക്രോസ്. എന്റെ തോളിന്റെ പൊക്കമുണ്ട്, നല്ല കിടുക്കാച്ചി ഒരു പയ്യാണിത്. നല്ല ജയന്റ് പശു അല്ലേ? നല്ല ബോഡി വെയിറ്റ്, നല്ല നീളമുണ്ട്. പ്രസവം രണ്ടാമത്തെയാണ്. ചെനയാണ്. നമുക്ക് ഇത് എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കാം? ഇത് കഴിഞ്ഞ പ്രസവത്തില് കടിഞ്ഞിൽ തന്നെ ഒരു 19-20 അങ്ങനെ കറന്നാണ്. അതിനുള്ള മടിയുണ്ട്. പശുവുണ്ട്, നല്ല ഹൈറ്റും വെയിറ്റും, നല്ല ബോഡി വെയിറ്റും, നല്ല അത്യാവശ്യം ബ്രീഡും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ തീരും? നമുക്ക് ഇത് തീരുകയാണെങ്കിൽ ഒരു 80-ന് മേലെ കൊടുക്കേണ്ടി വരും. വില ചോദിക്കുന്നത് 95 ചോദിക്കുന്നത്. ഒരു 80-ന് മേലെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കൊടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റും, എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പം അടിപൊളി പശുവാണ്. തീറ്റയിലും കുടിയിലൊന്നും യാതൊരു കുറവുമില്ല. ഇതൊരു കടിഞ്ഞൊരു കുട്ടിയാണ്. കാര്യമംഗലം. അതെ. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ബോഡി വെയിറ്റും ഉണ്ട്, നല്ല കുട്ടിയാ. ഇനിയിപ്പം എത്ര ദിവസം ഉണ്ട് ചേട്ടാ? ഇത് 1 മാസം 10 ദിവസം ഉണ്ട് പ്രസവിക്കാൻ. 1 മാസത്തിന് മുകളിലുണ്ട്. നമ്മുടെ ഫാമിലി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ തീറ്റയും കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് യോജിച്ചെടുക്കാനായിട്ട് പറ്റും. അതെ. ഈ രീതിയിലുള്ള പശുക്കളെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും. 1 മാസം 2 മാസം ഗ്യാപ്പുള്ള, പ്രസവിക്കാൻ ഗ്യാപ്പുള്ള പൈക്കള് നമ്മൾ ചോദിക്കാറുണ്ട്, എടുത്തു കൊടുക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഇവളുടെ കാര്യം എങ്ങനെയാട്ടാ? ഇത് ഈ പ്രസവിക്കാൻ ഗ്യാപ്പുള്ള കാരണം കൊണ്ട് വില ചോദിക്കും 85-90 എന്നൊക്കെ ചോദിക്കും. നമ്മളൊരു 70-ന് മേലെ കൊടുക്കണം. 65-70 ആ റേഞ്ച് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല സൂപ്പർ കുട്ടി, പിന്നെ നല്ല ഹൈറ്റും വെയിറ്റും, നല്ല ബ്രീഡും ഉണ്ട്. ഇതാ കടിഞ്ഞൂലാണ്. അതാ തീറ്റയും കുടിയിലൊന്നും യാതൊരു പ്രശ്നവും. 20-ന്റെ അടുത്ത് തന്നെ എന്തായാലും കിട്ടാൻ സാധ്യത. 18, 16, 18, 20-ന്റെ അടിയില്. കടിഞ്ഞൂലായതുകൊണ്ട് ഇത്രയും നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. നമ്മൾ ജേഴ്സി പൈക്കള് ഒരു 15, 16 ആ റേഞ്ചിലുള്ള സുന്ദരി ഒരു ജേഴ്സി. അതെ. കറക്റ്റ് ജേഴ്സി എന്ന് പറയാം അല്ലേ? അതെ, പ്യൂർ ജേഴ്സിന്. സ്വഭാവ ഗുണവും നല്ല സ്വഭാവ ഗുണമാണ്. വീട്ടിലോ പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പെരുമാറാം. ഇത് ഇനി പ്രസവിക്കാൻ പോണത് മൂന്നാമത്തെയാണ് കേട്ടോ. നല്ല മടിസെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലൊക്കെ അത്യാവശ്യം 3-ാം പേരായതുകൊണ്ട് കിട്ടും. നല്ല ഫാറ്റ് ഉണ്ടാവും പാലും കിട്ടും. ഒരു കൂടുതലല്ല, ഒരു 16-18-ന്റെ ഉള്ളിൽ
അതായത് 16 അത്ര തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ 1-2 കൂട്ടി കിട്ടിയ നമ്മുടെ ഭാഗ്യം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഇത് പ്രസവിക്കാൻ ഇനി 13 ദിവസം ഉണ്ട്. 13 ദിവസം ടൈം ഉണ്ട്. നമുക്ക് എങ്ങനെയാ ഇവിടെ ആവുമോ? ഇത് നമ്മൾ അതായത് കൊടുക്കേണ്ട വില പറയുമ്പോൾ 70-75 എന്നൊക്കെ പറയും. ഒരു 60-62 ചിലപ്പോൾ 58 കിട്ടും. ആ റേഞ്ച് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ആ ഒരു റേഞ്ച് നല്ല കിണ്ണം കാശ് ഒരു ഒരു 60 ബാർഗിൻ ചെയ്ത് നമ്മൾ വാങ്ങണം. ചിലപ്പോൾ ഒരു 60 പറഞ്ഞാൽ ഒരു 2 രൂപ കൂട്ടി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ബാർഗിൻ ചെയ്ത് കമ്മിയാക്കാം. അത് കുഴപ്പമൊന്നുമില്ല. നല്ല വീട്ടുകളിലേക്ക് ഏത് കാലാവസ്ഥയ്ക്കും യോജിച്ച് പോണ പൈക്കളാണ് ഇത്, ജേഴ്സി പൈക്കള്. അപ്പൊ ഈ ക്വാളിറ്റിയിലുള്ള നല്ല ഫാം പശുക്കളെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പം മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ